ഇവരെന്റെ അടുത്ത് ചോദിക്കും പക്വത ഇല്ല അമ്മയ്ക്ക് ചോദിക്കാറുണ്ട്. അമ്മയുടെ ഞങ്ങളുടെ അത്ര പോലും പക്വത ഇല്ലല്ലോ അമ്മയ്ക്ക്. അത് ചില സമയത്ത് സത്യമാണെങ്കിലും എനിക്ക് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റുമോ? അവർക്ക് അറിവുണ്ട് ഇല്ലാന്നല്ല. നമ്മളിപ്പോ ഈ ജനറേഷനിൽ കുറച്ചും കൂടെ നിങ്ങൾ കുറച്ചുകൂടെ എന്തൊക്കെ സംഭവിക്കുമോ? അത് കറക്റ്റ് ആയിരിക്കും. പക്ഷെ എന്ന് പറഞ്ഞാൽ നമുക്ക് വിവരമില്ലെന്നൊക്കെ പറഞ്ഞ സംഭവിക്കില്ല. ഇക്കാര്യത്തിൽ എന്റെ പരിപൂർണ പിന്തുണ ഞാൻ പ്രഖ്യാപിക്കുകയാണ്. സമയം എത്രയും ജോലികൾ ചെയ്യും 10 കയ്യാണ്. അതെ, ഇവർക്ക് ഒറ്റ കയ്യേ ഉള്ളൂ. കാരണം ആ മൊബൈൽ ഇങ്ങനെ തോന്നണ വരല് മാത്രമേ ഉള്ളൂ. എന്നാ ഞാൻ ഒരു കാര്യം പറയട്ടെ, ഈ പറയുന്ന വ്യക്തി എനിക്ക് ഒരു ദിവസം ഒരു 100 റീലെങ്കിലേ അതെന്താ ഞാൻ 2 ആഴ്ച എന്റെ അമ്മ എനിക്ക് 98 കൂടുതലയക്കും. എനിക്ക് ഇൻസ്റ്റ അങ്ങനെയുള്ള സംഭവങ്ങൾ ഒന്നും ഉണ്ടായിരുന്നില്ല. ഇവള് എനിക്ക് ഇൻസ്റ്റ എടുത്തു തന്നു. അമ്മ സ്വയം നോക്കുന്ന പറഞ്ഞ് പഠിപ്പിച്ചു തന്നു. നീ ആള് കൊള്ളാമല്ലോ. കൊള്ളാല്ലേ? ആരാണ് കുറ്റക്കാരി? അവര് നമുക്കിതൊന്നും ശീലമില്ല. എന്റെ എല്ലാ കണ്ടുപിടുത്തങ്ങൾക്ക് പിന്നില് നീയാണ്ടാ. ഞങ്ങളെ അപ്ഡേറ്റ് ആക്കാൻ ശ്രമിച്ച നിങ്ങളാണ് ചീത്ത. കാര്യം ഞങ്ങളെ നശിപ്പിച്ചു കളഞ്ഞു. ഇതെല്ലാം കൂടി നമ്മള് കുറ്റായോ? അല്ലടാ എന്റെ പക്ഷെ ലിമിറ്റ് ഉണ്ട്, അമ്മയ്ക്ക് അതില്ല. ഒരു കാര്യം ഞാൻ തർക്കിച്ചു തന്നെ. ഗ്രഹണ സമയത്ത് നീർക്കോലിക്കും വിഷണ്ടാവുന്നുള്ളത് ശരി തന്നെ. ആക്ച്വലി ഞങ്ങൾ എല്ലാ പണിയും തീർത്തേച്ച് ഒരു 5 മിനിറ്റ് വന്ന് ഇത് നോക്കുമ്പോ നിങ്ങൾ ചോദിക്കും അമ്മക്ക് ഏത് നേരം റീല് നോക്കാനാണോ സമയം? ഇത് അന്തസ്സുള്ള ഇടപാടാണെന്ന് തോന്നണ്ട തമ്പുരാനെ. അതേ തന്നെ അമ്മ ഞങ്ങളോട് ചോദിക്കുന്നത്. ഞങ്ങളുടെ കാര്യമൊക്കെ തീർത്തിട്ടുണ്ടാവും. എന്റെ അടുക്ക് ആളാവാൻ നോക്കിയാലുണ്ടല്ലോ എന്നെ ഇവിടെ ഇറക്കി വിടും. ഇപ്പൊ അവിടെ നിങ്ങോട്ട് എഴുന്നേറ്റ് വരുമ്പോഴും ഞാൻ പറയാം ഇത് എന്തെങ്കിലും എടുത്ത് കഴിക്കുക. അവിടെ ചെറിയ വിശക്കൂല. പക്ഷെ എന്റെ കൂടെ കുത്താൻ ആളുണ്ടായിരുന്നു. ഇല്ല വേണ്ട എന്റെ കൂടെ കുത്താൻ ആളുണ്ടായിരുന്നു. ഇവൾക്ക് എന്താ പറ്റിയേ? സ്വാമി അവൻ ഭയങ്കരമാ വളർന്നു പോയി. വളർന്നിട്ടാ. പക്ഷെ ഇന്ന് ഇവർ ഉപയോഗിക്കണ മൊബൈല്, TV, പിന്നെ ഇവർ എന്തൊക്കെ ഉപയോഗിക്കും, കമ്പ്യൂട്ടർ എന്ത് ഉപയോഗിക്കണേലും പണ്ട് ആൾക്കാരെ കണ്ടുപിടിച്ചതല്ലേ. ഇവർ കണ്ടുപിടിച്ചൊന്നുമല്ല. പക്ഷെ നമ്മളാണ് ഡെവലപ്പ് ചെയ്തത്. എന്നെ പറഞ്ഞാ മതിയല്ലോ. അന്നത്തെ ജനറേഷൻ ഞങ്ങൾ അത് കണ്ടുപിടിക്കാനുള്ള ബുദ്ധിയില്ല. നമ്മളതൊക്കെ പണ്ടേ കഴിഞ്ഞ്. ഒരു ബ്രീത്ത് സ്പേസ് ആണോ? ഞങ്ങളെ അപ്രീഷിയേറ്റ് ചെയ്യണമെന്നറിയോ? നിങ്ങൾ കഴിഞ്ഞ പാതയിൽ കൂടെയാണ് ഞങ്ങൾ വന്നോണ്ടിരിക്കുന്നത് മനസ്സിലായി. സ്വന്തം ഇഷ്ടത്തിന് തട്ടിവിടുന്ന നാക്കെടുത്താന്നേ പറയൂ. അപ്പൊ നിങ്ങൾ ഞങ്ങളെ കണ്ട് പഠിക്കണം. ഉപയോഗിക്കാനല്ലേ നമ്മളന്ന് ജനിച്ചില്ല. വഴക്കാവൂ. ഒരു കുടുംബകലാപം ഉണ്ടാകുന്നതിന് മുമ്പ് ഞാൻ അങ്ങോട്ട് മാറിയേക്കാം. ഇതിലും അപ്പുറമാണ് ഞാൻ പ്രതീക്ഷിച്ചത്.